ദൈവം വിശ്വസ്തൻ എന്ന TV പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ലോകം മുഴുവൻ ഞങ്ങളെ TV പ്രോഗ്രാമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തനായി നമ്മോട് കൂടെയിരുന്നു. നമുക്ക് വന്ന രോഗങ്ങൾ വന്ന പല ആളുകളും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ, ആശുപത്രി കിടക്കയിൽ അഭയം പ്രാപിച്ചപ്പോൾ, അപകടം വഴിയായി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ദൈവം നമ്മെ ആയുസ്സോടെ കരുതി. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം നമ്മെ നടത്തിയ, നമ്മെ പരിപാലിച്ച ദൈവമാണ്. നമുക്ക് അതുകൊണ്ട് ആ ദൈവത്തിന് നന്ദി പറയാം. ഒരുമിച്ച് ദൈവം വിശ്വസ്തൻ എന്ന TV പ്രോഗ്രാം ശ്രദ്ധിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാവട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. മതി. നിങ്ങൾക്കറിയാം ഈ വാക്യം എന്ന് എനിക്കറിയാം. ഇത് കാണാതറിയാത്ത ആരും ഈ യോഗത്തിരിപ്പില്ല. എല്ലാവർക്കും അറിയാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. ശരിക്കും ഭൂമി പാഴും ശൂന്യമായിരുന്നു എന്നല്ല വാക്യം, ആയിത്തീർന്നു എന്നാണ് വാക്യം. മലയാളത്തിൽ എഴുതി വന്നപ്പോൾ വിവർത്തനത്തിൽ വന്ന ഒരു ചെറിയ പ്രശ്നമാണ്. ഭൂമിയെ സൃഷ്ടിച്ചത് പാഴായിട്ടല്ല, ഭൂമിയെ സൃഷ്ടിച്ചത് ക്രിയാത്മകമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ ഭൂമി എങ്ങനെയോ പാഴും ശൂന്യമായി. എങ്ങനെയാന്ന് പറയും. ഭൂമി പാഴും ശൂന്യമായി തീർന്നു. ആഴത്തിൻ്റെ മീതെ ഇരുട്ടുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഒരു സ്ഥലത്ത് ഇരുട്ട്, മറ്റൊരു സ്ഥലത്ത് ദൈവത്തിൻ്റെ ആത്മാവ്. നിങ്ങളുടെ വീട്ടിൽ എത്ര ശക്തിയുള്ള ഇരുട്ട് ഉണ്ടെങ്കിലും ഒരാൾ ആ വീട്ടിൽ വെളിച്ചമായിട്ടുണ്ടെങ്കിൽ ആ വീട് വെളിച്ചമായി മാറും. നിങ്ങൾ പ്രതീക്ഷയൊന്നും കൈവിടണ്ട. പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലെന്നൊന്നും വിചാരിക്കണ്ട. ഇരുട്ട് കൂടിക്കോട്ട് വെളിച്ചമാകാൻ വേണ്ടിയാ. ശൂന്യത കൂടിക്കോട്ട് അത്ഭുതമാകാൻ വേണ്ടിയാ. പ്രതിബന്ധം കൂടിക്കോട്ട് ദൈവപ്രവർത്തിക്ക് വേണ്ടിയാ. എന്തിനു വേണ്ടിയാ ശൂന്യത എന്നറിയാമോ? നിറയാൻ വേണ്ടിയാ. എന്തിനു വേണ്ടിയാ ഇരുട്ടെന്നറിയാമോ? വെളിച്ചം വരാൻ വേണ്ടിയാ. നിന്റെ കുടുംബത്തിലെ പാഴായ അനുഭവം നിറവുള്ള അനുഭവമായി മാറും. പാഴും ശൂന്യമായി തീർന്ന ഭൂമിയിൽ എന്റെ ദൈവം ഇറങ്ങി വന്ന് കൈയടിച്ചു ദൈവത്തിന് ശക്തിയോടെ സ്തോത്രം പറഞ്ഞ്, പാഴായി പോയ, ശൂന്യമായി പോയ നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുക. നീ പാഴായെന്ന് ലോകം പറഞ്ഞ്, നീ ശൂന്യമായെന്ന് ലോകം പറഞ്ഞ്, നടക്കത്തില്ലെന്ന് ലോകം പറഞ്ഞ്, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാം. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. എല്ലാവരും പാഴായി പോയ, ശൂന്യമായി പോയ നിന്റെ ജീവിതത്തിനകത്വ ദൈവത്തിന്റെ പ്രവൃത്തി. ഭൂമി പാഴായി ശൂന്യമായി തീർന്നു. ഭൂമിയെ പാഴാക്കാനും ശൂന്യമാക്കി തീർക്കാനും അതിൻ്റെ പിൻപിൽ എന്തോ ഒരു ശക്തി വ്യാപരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ദൃശ്യമായി കാണാൻ കഴിയാത്ത അദൃശ്യമായ മേഖലയിൽ നിങ്ങൾക്ക് എതിരെ വ്യാപരിക്കുന്ന ശക്തികൾ ഇന്ന് രാവിലെ പൊട്ടിമാറും. ഒരാമീൻ പറഞ്ഞോ? എല്ലാ വർഷത്തിൻ്റെയും കൃത്യമായ മാസത്തിൻ്റെ ഇടവേളകളിൽ കുടുംബങ്ങൾക്കകത്തു വ്യാപരിക്കുന്ന കടുംകെട്ടുകൾ ഇന്ന് രാവിലെ പൊട്ടും. ഒരാമയും പറയാൻ പറ്റുമെങ്കിൽ ആമയും പറഞ്ഞോ? നിനക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയാതെ, സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാതെ മുന്നോട്ട് പോകുന്ന കടുംകെട്ടുകൾ ഇന്ന് രാവിലെ അധികാരത്തോടെ പൊട്ടിമാറാൻ പോകുക. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് പാർപ്പിന് വേണ്ടിയാ. എന്തിനു വേണ്ടിയാ? പാർപ്പിന് വേണ്ടി. ശരിക്കും ദൈവം എന്തിനാ ഭൂമിയെ സൃഷ്ടിച്ചെന്ന് നിങ്ങൾക്കറിയാം? ആർക്കു വേണ്ടിയാണെന്നറിയാം? അറിയാം? ഭൂമി സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയാണെന്നറിയാം?
നമുക്ക് വേണ്ടിയല്ല, അല്ല അല്ല നമുക്ക് വേണ്ടിയല്ല. ദൈവം ഭൂമി സൃഷ്ടിച്ചത് ദൂതന്മാർക്ക് വേണ്ടിയാണ്. കൈ ഉയർത്തി ആമീൻ പറഞ്ഞേ. നിങ്ങളുടെ വീട് പാഴായി പോയിട്ടുണ്ടെങ്കിൽ, ശൂന്യമായി പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരും. ഞാൻ പറഞ്ഞു, ദൂതന്മാർക്ക് വേണ്ടിയാണ് ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത്. അത് പറയാൻ പോകുകയാണ്. ദൂതന്മാർക്ക് വേണ്ടി എങ്ങനെയാണ് ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചെന്ന് പറയാം. ദൂതന്മാര് കിടപ്പാടമില്ലാതെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. ഒരു ദൂത് പറയട്ടെ, നിന്റെ വീട്ടിൽ നിനക്കൊന്നുമില്ലേലും ആരാധിക്കാൻ മറക്കല്ല. കടമാണെങ്കിലും ആരാധിക്കാൻ മറക്കല്ല. പ്രതിബന്ധമാണെങ്കിലും ആരാധിക്കാൻ മറക്കരുത്. കിടപ്പാടമില്ലാതെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവം പറഞ്ഞു, ഇവർക്ക് കിടപ്പാടമില്ല, അവരെന്നെ ആരാധിക്കുന്നോണ്ട് അവർക്ക് കിടപ്പാടം കൊടുക്കണം, അവരെന്നെ സ്തുതിക്കുന്നോണ്ട് അവർക്ക് കിടപ്പാടം കൊടുക്കണം. അങ്ങനെ ദൂതന്മാർക്ക് വേണ്ടി ദൈവം കിടപ്പാടം കൊടുത്തു. ദൂതന്മാര് കിടപ്പാടം കിട്ടി, നല്ല വീടൊക്കെ കിട്ടി. ഇനിയും ആവർത്തന പുസ്തകത്തിൽ നിന്ന് പറയേണ്ടതാ, നിങ്ങൾ നല്ല വീട് വെച്ച് അതിൽ പാർക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കല്ല. വായിക്കുക ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോൾ നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാനും നിന്നെ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പം തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലുതും ഭയങ്കരമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽ പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്നെ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറന്നു. അടുത്ത വാക്യം. എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്ത് ഉണ്ടാക്കിയെന്ന് നിന്റെ ഹൃദയം പറയാതിരിപ്പാനും സൂക്ഷിച്ചുകൊള്ളണം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്ത് ഉണ്ടാക്കുവാൻ ശക്തി തന്നത്. ഇന്നുള്ള സ്ഥിതി മാറും. നിങ്ങളുടെ ആമേൻ പറഞ്ഞില്ല. ആമേൻ. ദൂത് ഞാൻ പറഞ്ഞ നിങ്ങളുടെ സ്ഥിതി മാറും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കിടപ്പാടില്ലാതെ ആരാധിച്ചപ്പോൾ വീട് കിട്ടി. എന്താ കിട്ടി? വീട് കിട്ടുമ്പം ദൈവത്തെ മറക്കല്ല. ആരെ മറക്കല്ല? പണ്ടത്തെ ഉന്മേഷത്തോടുകൂടെ കൈയടിക്കണം, പണ്ടത്തെ ഉന്മേഷത്തോടുകൂടെ ആരാധിക്കണം, പണ്ടത്തെക്കാൾ ബലത്തോടുകൂടെ സ്തുതിക്കണം. ദൂതന്മാര് എന്നെ കേട്ടോണം, ദൂതന്മാര് സ്തുതിക്കാൻ മറന്നു. എന്നിട്ട് അവര് പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ കസാറ മാറ്റി അങ്ങ് മേപ്പോട്ടിരിക്കും. എവിടെ ഇരിക്കും? മേപ്പോട്ടിരിക്കും. അന്ന് അവര് പേപ്പറിൽ എഴുതിയൊന്നുമില്ല, ആർക്കും SMS അയച്ചുമില്ല, ഒരാമയും പറഞ്ഞില്ല. ഹൃദയത്തിൽ വിചാരിച്ചേ ഉള്ളൂ. തമ്പുരാൻ മേളിന്ന് താഴോട്ടിട്ടു. ഇതാണ് ഭാഗം. ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. അവര് മേളിന്ന് താഴോട്ട് വീണപ്പം ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. അഗാധതയുടെ അടിത്തട്ടിൽ ഈ ദൂതന്മാരെ ദൈവം 3-1 ബന്ധിച്ചു. ഒരു കൂട്ടം ദൂതന്മാർ ഇവിടെ വിഹരിക്കുന്നുണ്ട്, ഒരു കൂട്ടം ദൂതന്മാർ ആകാശഗംഗ ഗാലക്സിയിലുണ്ട്. അങ്ങനെ തള്ളപ്പെട്ട ദൂതന്മാർ അങ്ങനെ 3 കൂട്ടമായി ഭൂമിയിലേക്ക് നിപതിച്ചു. തമ്പുരാൻ ഈ ഭൂമിയെ പാഴും ശൂന്യമായി തീർത്തു കഴിഞ്ഞു. പിശാച് കൈകൊട്ടി വിളിച്ചു പറഞ്ഞു. അങ്ങനെ ആരാധിച്ചു കൊണ്ടിരുന്ന ദൂതന്മാർ പിശാചായി വിഷയീഭവിച്ചു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പിശാച് പറഞ്ഞു, വെല്ലുവിളിച്ചു പറഞ്ഞു, ഇനിയും ഒരിക്കലും ഈ ഭൂമിയിൽ ആരാധിക്കാൻ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകയില്ല. തമ്പുരാനെതിരെ വെല്ലുവിളിച്ചാൽ വെല്ലുവിളി നിൽക്കത്തില്ല. ദൈവവൈതലിനെതിരെ വെല്ലുവിളിച്ചാൽ വെല്ലുവിളി നിൽക്കത്തില്ല. ഭൂമി പാഴും ശൂന്യമായി തീർന്നു. പിശാച് വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു, ഇനിയും അവര് നന്നാവത്തില്ല. നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ നന്നാവത്തില്ലെന്ന്? എന്നാ തിരിച്ചു പറഞ്ഞു, നീ നന്നാവാൻ പോവാ.
നിന്റെ വീട് നന്നാകാൻ പോവാ, നിങ്ങളുടെ മകൻ നന്നാവാൻ പോവാ, നിങ്ങളുടെ കുടുംബം നന്നാവാൻ പോവാ, നിങ്ങളുടെ തലമുറ നന്നാകാൻ പോകുകയാ. പിശാചു വെല്ലുവിളിച്ചു പറഞ്ഞു നന്നാവത്തില്ല. തമ്പുരാൻ പറഞ്ഞടാ, എന്റെ സദൃശ്യത്തിലും എന്റെ സ്വരൂപത്തിലും എന്റെ പിള്ളേര് ഈ ഭൂമി വരാൻ പോവാ. ഒരു സ്ഥലത്തിരുട്ട, മറുസ്ഥലത്ത് പാടും ശൂന്യമായി. ആഴത്തിന്മീതെ ഇരുട്ടിങ്ങനെ വികരിച്ചു കൊണ്ടിരിക്കുക. പക്ഷെ തൊട്ടപ്പുറത്ത് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മുകളിലൂടെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുക. ആത്മാവ്, ഇനി കേട്ടോണം, നിങ്ങളുടെ വീട്ടിൽ ആത്മാവ് പ്രാപിച്ച ഒരാൾ ഉണ്ടെങ്കിൽ ഇരുട്ട് മാറും. കൈ ഉയർത്തി ആമേൻ പറ. ഇരുട്ട് മാറും, ഇരുട്ട് മാറും, ഇരുട്ട് മാറും. ബന്ധനമഴിയും, കെട്ടുകൾ പൊട്ടും. ആര് ബന്ധിച്ചാലും എന്റെ ദൈവം ആ ബന്ധനമഴിക്കും. ആര് കെട്ടിയാലും എന്റെ ദൈവം ആ കെട്ട് പൊട്ടിക്കും. എന്താണെന്നറിയാമോ? വെളിച്ചം നിനക്ക് വേണ്ടി വ്യാപരിക്കുന്നുണ്ട്. ഒന്ന് കൈയടിച്ചു ദൈവത്തിന് സ്തോത്രം പറഞ്ഞ്, ഇന്ന് രാവിലെ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറക്കകത്ത്, നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് രാവിലെ വെളിച്ചം വ്യാപരിക്കുന്നത് കൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് ഞാൻ പറയുക, ഇതിനകത്ത് വെളിച്ചം വ്യാപരിക്കുന്നത് കൊണ്ട് നിനക്ക് വേണ്ടി ഇരുട്ടും മുഴുവൻ വെളിച്ചമായി മാറും. ആർത്ത് വിളിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞോ? ഇരുട്ട് വെളിച്ചമായി മാറാൻ പോവാ. എന്നും നിന്റെ വീട്ടിൽ ഇരുട്ട് തുടരത്തില്ല, എന്നും ഈ തകർച്ച തുടരത്തില്ല, എന്നും ഈ പ്രതിബന്ധം തുടരത്തില്ല. നിന്റെ വീട്ടിന്റെ ഇരുട്ട് വെളിച്ചമാകാൻ പോകയാ. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി ആമേൻ പറഞ്ഞോ? നിന്റെ വീടിന്റെ ഇരുട്ട് വെളിച്ചമാകാൻ പോകയാ. എന്താവും? പോരാ, ഇരുട്ട് വെളിച്ചാവും. ഇരുട്ട് എന്നും ഇരുട്ട് പിടിച്ചു നിൽക്കത്തില്ല. എന്നും ഇരുട്ടിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇരുട്ടിന് പിടിച്ചു നിൽക്കാൻ ഒരു കാലമുണ്ടെങ്കിൽ വെളിച്ചം അതിനെ മൂടാൻ ഒരു കാലമുണ്ട്. എന്നും ശൂന്യമായി കിടക്കുകയല്ല നിന്റെ വീടെന്ന്, ശൂന്യമായി കിടക്കുകയല്ല എന്നും. നിന്റെ കുടുംബം ഈ അവസ്ഥ തുടരത്തില്ല, തുടരത്തില്ല. എന്നെ പോലെ അല്ലെ നമ്മെ പോലെ കാണുന്ന ഒരാൾക്ക് തോന്നുന്നത് ഇരുട്ടാ. എന്താ ഇരുട്ട? പറയേണ്ടത് എന്താണെന്നറിയോ? ഇരുട്ടാണെന്നാ പറയണ്ടേ. എന്താ പറയണ്ടേ? ഇരുട്ടാണെന്നാ പറയണ്ടേ. ഗതികേടാന്നാ പറയണ്ടേ. ശരിയാവത്തില്ലെന്നാ പറയണ്ടേ. പക്ഷെ കർത്താവ് ഇറങ്ങി വന്നിട്ട് ഈ വീട് മൊത്തം ഇരുട്ടാ, ഈ വീട് മൊത്തം ബന്ധന എന്നൊന്നും അല്ല, ഈ വീട് മൊത്തം കെട്ട എന്നൊന്നും അല്ല പറഞ്ഞേ. കർത്താവ് പറഞ്ഞു വെളിച്ചം ഉണ്ടാവട്ടെ, വെളിച്ചം ഉണ്ടാവട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ. ഇന്ന് രാവിലെ നിന്നെ നോക്കി പറയുമ്പോ വെളിച്ചം ഉണ്ടാകട്ടെ. ഇരുട്ടും ഞങ്ങളും തമ്മിൽ ഒരു കൂട്ടായ്മയില്ല. വെളിച്ചം ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ. ഇന്ന് രാവിലെ നിന്റെ വീട്ടിലൊരു വെളിച്ചം വ്യാപരിക്കാൻ പോവാ. ഇരുളടഞ്ഞ നിന്റെ വീടിനകത്ത് വെളിച്ചം വ്യാപരിക്കും. ചെന്നു തൊട്ടാൽ രക്ഷപ്പെടാത്ത നിന്റെ വീട് രക്ഷപ്പെടും. നീ ഒറ്റയ്ക്ക് ആരാധിക്കുമെന്നല്ല, നിന്റെ കുടുംബം മുഴുവൻ ദൈവത്തെ ആരാധിക്കും. എന്നോട് പരിശുദ്ധാത്മാവ് ഒരു നിയോഗത്തോടെ പറയുക, ഒറ്റയ്ക്ക് ആരാധനയ്ക്ക് വന്ന നിന്നോട് തൂത് പറയുക, നീ ഒറ്റയ്ക്കല്ല, നിന്റെ കുടുംബം മുഴുവൻ ആരാധനയ്ക്ക് വരും. ഈ 2019 തീരുന്നതിന് മുൻപ് നിങ്ങളുടെ കൂടെ അവർ ആരാധനയ്ക്ക് വരും. നിങ്ങൾ സേവിക്കുന്ന ദൈവത്തെ അവർ സേവിക്കും. നിങ്ങളുടെ ദൈവം അവരുടെ ദൈവമാണെന്ന് പറയും. ഒന്ന് കൈയടിച്ചു ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ആമേൻ പറഞ്ഞോ. ഇന്ന് എന്നോട് കർത്താവ് അങ്ങനെ പറയുക, ലോകത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇരുട്ട് ജയിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി ഇരുട്ട് ജയിക്കത്തില്ല. ഇരുട്ട് ജയിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. നമുക്ക് ചിലപ്പോൾ തോന്നും ഇരുട്ട് ജയിച്ചെന്ന്. ഇല്ല, ജയിച്ചതല്ല, പരാജയപ്പെടാനുള്ള ആളിക്കത്തല. ഒന്ന് കൈവീശി ആമേൻ പറഞ്ഞോ. പരാജയപ്പെടാൻ ഈ ചില വീട്ടിലെ ഭയങ്കര പ്രശ്നമൊക്കെ നടക്കും. പ്രശ്നമൊക്കെ കൂടുമ്പം ഗ്ലോറി കൂട്ടി പറഞ്ഞോണം. ആ, ജപ്തി നോട്ടീസ് കൊണ്ടുവന്ന് ബാങ്കിൽ നൊട്ടിക്കുമ്പം വിടുതലായെന്ന് പറഞ്ഞോണം. ജോലി നഷ്ടപ്പെടുമ്പോ അവിടോട്ട് നിന്ന് ഹല്ലേലൂയ പറഞ്ഞോണം. എന്തിനാന്നറിയാവോ? ഇന്ന് വരെ ഇരുട്ട് ജയിച്ച ഒരു ചരിത്രമില്ല.
ഇന്ന് വരെ നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും പറ്റിയിട്ടില്ല. അങ്ങനാണെങ്കിൽ 2019 നീയോ നിന്റെ കുടുംബമോ തകരത്തില്ല. കൈവീശുക നാമേം പറഞ്ഞേ. രണ്ടാമത്തെ വാക്യം പറഞ്ഞത്, ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അടുത്ത വാക്ക്, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, എന്തോ ഉണ്ടായി? വെളിച്ചം ഉണ്ടായി. അടുത്ത വാക്ക് കേട്ടോണ്ടേ, വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. വെളിച്ചം നല്ലത്. വെളിച്ചമാ നല്ലത്. ഇരുട്ടിനും വെളിച്ചത്തിനും തമ്മിൽ എന്തു യോഗ്യത? രാമൻ പറഞ്ഞില്ല. നമ്മൾ ഇരുട്ടിന്റെ മക്കളല്ല, നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാ. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടോ? ഇരുട്ട് നല്ലതാന്ന് കണ്ടോ? ഇല്ല, വെളിച്ചം നല്ലതെന്ന് കണ്ടു. ഇനി ഒരു ചെറിയ പ്രക്രിയയുണ്ട്. ഇരുട്ടും വെളിച്ചവും തമ്മിൽ ദൈവം വേർതിരിച്ചു. രാമൻ പറഞ്ഞില്ല. ഇരുട്ടും വെളിച്ചവും തമ്മിൽ ദൈവം വേർതിരിച്ചു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെ മുന്നോട്ട് വിടാത്ത ഇരുട്ടിനെ ദൈവം വേർതിരിക്കും. ഇരുട്ടിനെയും വെളിച്ചത്തെയും തമ്മിൽ ദൈവം വേർതിരിക്കും. ഉറപ്പുള്ള ദൈവമക്കളൊന്ന് കൈ ഉയർത്തി ആമീൻ പറഞ്ഞോ. ഈ 2019 ചിലത് വേർതിരിക്കാൻ പോകുകയാ. പ്രിയരെ, ഞാൻ എൻ്റെ വെളിപ്പാട് കണ്ടുകൊണ്ട് പറയാം. ഞാൻ ശരിക്കും വെളിപ്പാട് കാണുക. എന്നോട് കർത്താവ് പറഞ്ഞേ, ഇരുട്ടു കയറിയ കുടുംബങ്ങൾ വെളിച്ചമായിട്ട് മാറും. ഇരുട്ട് തളം കെട്ടിയ കുടുംബങ്ങളിൽ വെളിച്ചം വ്യാപരിക്കും. ഇരുട്ട് നൃത്തം ചെയ്ത വീടിനകത്ത് വെളിച്ചം വ്യാപരിക്കും. ഇരുട്ടിനോട് ഇന്ന് വിളിച്ചു പറഞ്ഞു, എന്റെ വീട്ടിൽ വെളിച്ചം വ്യാപരിക്കാൻ പോവാ. ഒരു മിനിറ്റ്. മെലിത്തയിൽ വെച്ച് ഇരുട്ടു കയറി വെളിച്ചത്തിന്റെ കയ്യെ പിടിച്ചു. ഒരാമയും പറഞ്ഞേ, ഇരുട്ടു കയറി ആടെ കയ്യെ പിടിച്ചു, വെളിച്ചത്തിന്റെ കയ്യെ. അപ്പൊ കുറച്ചു നേരം ഇരുട്ടിലുള്ള ആൾക്കാരെല്ലാം കൂടെ കണ്ട് അവര് പറഞ്ഞു, സാർ ഇപ്പൊ ചത്തു. ഒരാമയും പറഞ്ഞില്ല. എല്ലാരും വിചാരിച്ച ഇപ്പൊ ചത്തു പോന്ന, ചാവാൻ വേണ്ടി കാത്തു നിൽക്കുക മുഴുവൻ ആളുകളും. ദൂത് പറയാ, നീയോ നിന്റെ കുടുംബമോ നിന്റെ തലയിലെ ഒരു മുടിയോ നിലത്ത് വീഴത്തില്ല. കൈവീശുവോ രാമേ പറ, തകരത്തില്ല. 2019 തന്റെ അടുത്തോടെ ഞാൻ വിളിച്ചു പറ, തകരത്തില്ല. എന്നെ ഒന്ന് കേൾക്കണം. നിന്റെ വീട് നശിക്കത്തില്ല, നിന്റെ കുടുംബം നശിക്കത്തില്ല. 2019 നീ പുതിയ വെളിച്ചത്തിലേക്ക് കാലുവെക്കും. എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, അങ്ങനെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു കലാപം വെളിപ്പെട്ടു വരും. ഈ 2019 ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പ്രതിബന്ധങ്ങൾ അനുഭവിക്കുന്ന വർഷമായിരിക്കും 2019. ഒരു വിപത്തിലൂടെ കടന്നു പോകും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സോന, ഞാൻ എരുമേലിയിൽ നിന്ന് വരുന്നു. എൻ്റെ ആങ്ങളയുടെ പേര് സോണു. അവൻ ബോംബെയിലായിരുന്നു. അപ്പോൾ അവന് പെട്ടെന്ന് തന്നെ ഡെങ്കിപ്പനി ബാധിച്ചു. എന്നിട്ട് അവൻ കരഞ്ഞുകൊണ്ട് വീട്ടിൽ പപ്പായെയും അമ്മയും വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് തീരെ വയ്യ. അപ്പോൾ അവിടെ അഡ്മിറ്റ് ആണെങ്കിൽ തന്നെ ക്യാഷ് ഒത്തിരി ആവും. അപ്പോൾ പപ്പ ചോദിച്ചു, നീ എങ്ങനെ തിരിച്ചു വരും? എന്നിട്ട് പറഞ്ഞു, പപ്പ അവർ ഡോക്ടർ വിടത്തില്ല, എനിക്ക് വയ്യ, എനിക്കൊന്നും കഴിക്കത്തില്ല, എന്നാ ചെയ്യണ്ടേ? അപ്പം ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ ഒരു ഇതുണ്ട്, അവൻ ആകെപ്പാടെ ഇതായിട്ടിരിക്കുകയാണ്. പാസ്റ്റർ പറഞ്ഞു, ഒന്നും കൊണ്ടും പേടിക്കണ്ട, അവന് കൗണ്ട് കൂടുമെന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് തന്നെ അവൻ സന്തോഷത്തോടെ വിളിച്ചിട്ട് പറഞ്ഞു, പപ്പ എൻ്റെ കൗണ്ട് കൂടി, എനിക്ക് സന്തോഷമായെന്ന് പറഞ്ഞു.
അന്നേരം തന്നെ ഞങ്ങൾ പാസ്റ്ററിനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞായറാഴ്ച ഇതുപോലെ തന്നെ ഒരു ഞായറാഴ്ച ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ വന്നു. എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു, എടി ഇതുപോലെ ചേട്ടൻ ഇതുപോലെ പാമ്പ് കടിച്ച ആശുപത്രിയിലാണ്, ഡോക്ടർമാരെല്ലാം തഴഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ല, കാരണം വെച്ചാൽ കിഡ്നിയിലെല്ലാം ബാധിച്ചു, ഇനി ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ പാസ്റ്ററിനെ വിളിക്കാൻ പറഞ്ഞു. പാസ്റ്റർ ഫോൺ എടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ആടെ പേരെന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജോബീന്നാ, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. ഒന്നും കൊണ്ടും പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വൈകിട്ട് ഡോക്ടർമാർക്ക് തന്നെ അത്ഭുതമായി. അവർ പറയുക ദൈവത്തിൻ്റെ കരങ്ങൾ അവിടെ പ്രവർത്തിച്ചെന്ന് പറഞ്ഞു. പ്രിയരെ, ഇത് അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ നിമിഷമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ്. നിങ്ങൾ ഏത് സ്ഥാനത്താണെങ്കിലും ഇപ്പോൾ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരും. ദൈവത്തിൻ്റെ വചനത്തിന് ബന്ധനമില്ല. TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന പല ആളുകളും ആ നിമിഷത്തിൽ സൗഖ്യമായി. യേശു കർത്താവ് പറഞ്ഞതുപോലെ അവർ വഴി പോകയിൽ സൗഖ്യമായി എന്ന് പറയുന്ന പോലെ നിങ്ങൾ വചനം കേൾക്കയിൽ നിങ്ങൾ സൗഖ്യമാകാൻ തുടങ്ങുക. കർത്താവിനോട് പറയുന്നു, മാനസിക രോഗത്താൽ ഡിപ്രഷനാൽ ബന്ധിക്കപ്പെട്ട ചില വ്യക്തികളെ യേശു സൗഖ്യമാക്കാൻ തുടങ്ങുക. മദ്യപാനത്തിൻ്റെ പിടിയിലായ ചില കുടുംബങ്ങളെ യേശു വിടുവിക്കാൻ വേണ്ടി തുടങ്ങുക. ക്യാൻസറിൻ്റെ പിടിയിലായ പല കുടുംബങ്ങളെയും യേശു, പല വ്യക്തികളെയും യേശു സൗഖ്യമാക്കാൻ തുടങ്ങുക. നിങ്ങൾ വിശ്വസിക്കുക, ഈ നിമിഷം ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ അത്ഭുത സൗഖ്യത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ പുറപ്പെടാൻ തുടങ്ങുകയാണ്. പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ വിശ്വാസത്തോടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഈ നിമിഷം രോഗികൾ സൗഖ്യമാകട്ടെ, ശാപത്തിന് കീഴിലുള്ള കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, ക്യാൻസർ രോഗികൾ കൂട്ടമായി സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ അടിപ്പിടരാലുള്ള സൗഖ്യം ഈ നിമിഷം കർത്താവെ വ്യാപരിക്കട്ടെ. ഇൻഫെക്ഷനുകൾ മാറിപ്പോകട്ടെ, മാരകമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, HIV മാറിപ്പോകട്ടെ. കർത്താവെ, ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഉണ്ടാകാൻ സഹായിക്കണം. ഹാർട്ടിൻ്റെ പ്രോബ്ലങ്ങൾ സൗഖ്യമാകട്ടെ. കർത്താവിനോട് പറയുന്നത്, ഒരു അപകടം നിമിത്തം തളർന്നു പോയൊരു ചെറുപ്പക്കാരനെ യേശു സൗഖ്യമാക്കാൻ തുടങ്ങുക. അധികാരത്തോടെ ഈ നിമിഷം ദൈവത്തിൻ്റെ പ്രവൃത്തിയും അത്ഭുതങ്ങളും ഉണ്ടാകട്ടെ. വചനം കേൾക്കുന്ന മാത്രയിൽ തന്നെ, ഈ പ്രാർത്ഥന കേൾക്കുന്ന മാത്രയിൽ തന്നെ നിന്റെ മക്കൾ സൗഖ്യമാകട്ടെ. ദൈവപ്രവൃത്തി കൊണ്ട് അവരെ കാക്കുന്നതിന് നന്ദി. സ്വർഗം അത്ഭുതം ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയരെ, നിങ്ങളുടെ സൗഖ്യം നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ്. നിങ്ങൾ 12 എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ കടന്നു വരിക. എല്ലാ ബുധനാഴ്ചയും എരുമേലിയിൽ വെച്ച് എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ ആരാധന നടക്കുന്നു. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ ആരാധനകൾ എല്ലാ ഞായറാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷന് സമീപം റോയൽ എൻഫീൽഡ് ഷോറൂമിന്റെ 1-ാം നിലയിൽ നടത്തപ്പെടുന്നു. ഈ ആരാധനകളിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 0422220207 എന്ന നമ്പറിലോ 9446115091 എന്ന നമ്പറിലോ 9188123274 എന്ന നമ്പറിലോ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്കായി ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9447230207 9447860207. Our website www.elahimgwz.com. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9526190198 9446115091.